ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സിനിമാ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അസാൻമാർഗിക വിളയാട്ടത്തിൻ്റെ സങ്കേതമായി മാറിയിരിക്കുന്നു സിനിമാ മേഖല എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വിഗ്രഹമാണ് മുകേഷ്. അത് വലിയ സിനിമാ നടൻ കൂടെയാണ്. മാത്രമല്ല അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറേ കാലങ്ങളായി ഇടതുപക്ഷം അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് ഇപ്പോൾ MLA ആണ് ഇപ്പോഴും. കാരണം അമ്മയുടെ പ്രതിനിധിയാണ്, ഇടതുപക്ഷത്തിൻ്റെ കാണപ്പെട്ട ദൈവമാണ്. ആ ദൈവ വിഗ്രഹമാണ് ഇപ്പോൾ വീണുടഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മരട് പോലീസ് എറണാകുളം സ്വദേശിനിയായ ഒരു നടി നൽകിയിരിക്കുന്ന പരാതിയെ തുടർന്ന് അദ്ദേഹത്തിന് കേസെടുക്കുകയും അദ്ദേഹം അഭിനയിച്ച പല സ്ഥലങ്ങളിലും സ്ത്രീകളുമായിട്ട് പല പീഡനങ്ങളും നടന്നതും ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. അതിശക്തമായിട്ട് നടപടി വേണമെന്ന് ഇടതുപക്ഷം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ മരട് പോലീസ് എടുത്ത കേസിൻ്റെ ഭാഗമായി അദ്ദേഹം ഇനി തടവിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഗ്ലാമർ മുഴുവൻ വീണുടഞ്ഞു. മാത്രമല്ല ആ നടിയായിട്ടുള്ള സഹോദരിയോട് ചെയ്തത് തുല്യതയില്ലാത്ത ഏറ്റവും ഹീനമായിട്ടുള്ള പ്രവൃത്തി. നോക്കണം, ലോകം ലജ്ജിക്കുന്ന, നോക്കണം, എപ്പോഴും ടവല് കൊണ്ട് മുഖം തുടച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വാചാലമാകുന്ന, ഈ രാജ്യത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളിലോ എല്ലാത്തിനും വാചാലമാകുന്ന ആ ഒരു വ്യക്തി, ആ അമ്മയുടെ ഒരു പ്രതിനിധിയായപ്പോൾ ആ നടിയോട് എനിക്കൊന്നും ഒരു അംഗത്വം തരുമോ എന്ന ചോദ്യത്തിന് എന്നോട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്നോട് മറ്റേ പരിപാടിക്ക് തന്നില്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. ആ നികൃഷ്ടൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അംഗത്വം ലഭിക്കുകയില്ല, പല അഡ്ജസ്റ്റുകളും എന്നോട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ നെറികെട്ടവൻ ഈ സ്ത്രീകളോട് സഹോദരിയായിട്ട് കാണേണ്ട, സ്വന്തം സഹോദരിമാരെ പോലെ കാണേണ്ട, കുഞ്ഞനിയത്തികളെ പോലെ കാണേണ്ട ആ സ്ത്രീകളോട് പിശാചിനെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഈ നമ്മുടെ പ്രതിഷ്ഠകൾ, നമ്മുടെ മനസ്സുകളിലുള്ള വിഗ്രഹങ്ങൾ, അതാണ് നാം പൂവിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ വിഗ്രഹങ്ങൾ ഇത്രമാത്രം ചളിക്കുണ്ടിലും അധർമ്മത്തിലുമാണ്. പൈശാചിക മനസ്സോടെ ഓടി നടക്കുന്നു. എന്തോ വൈകാരികതയോടെയാണ്. നോക്കണം, ഇവർക്കുമില്ലേ അമ്മമാരും പെങ്ങന്മാരും. നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എടോ അനക്കില്ലടോ ഉമ്മയും പെങ്ങളും സഹോദരി, എങ്ങനെയാണ് എൻ്റെ കൂടെ ഒരു സഹോദരിയെ പറഞ്ഞയക്കുക? നോക്കണം, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ അധർമ്മകാരികളിൽ നിന്ന് സിനിമ നമ്മുടെ കലാമേഖല തന്നെയാണ്. തീർച്ചയായിട്ടും ആ സിനിമ ഇല്ലാതായി പോയിക്കൂടാ. തീർച്ചയായിട്ടും ആളുകളുടെ എൻ്റർടൈൻമെൻറ്റ് അതുവഴി വലിയ വരുമാനം ലഭിക്കുന്നു സംസ്ഥാനത്തിന്. മാത്രമല്ല ഒട്ടനേകം സിനിമകൾ അത് പഠനാർഹമാണ്. വൃത്തികെട്ട അശ്ലീല രംഗങ്ങളൊക്കെ ഉള്ള സിനിമയാണെങ്കിൽ പോലും നമ്മളൊക്കെ വിചാരിച്ചിരുന്നു അതൊക്കെ ഒരു അഭിനയമല്ലേ എന്ന്. എന്നാൽ അഭിനയത്തെ വെല്ലുമാറ് ഏറ്റവും മോശമായ രീതിയിലുള്ള ഹീനമായ കൃത്യങ്ങളാണ് ഈ മനുഷ്യ പിശാചികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു സങ്കടകരമായ വാർത്തയാണ്. ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവർക്കെതിരെ ഒരു എന്താ പറയുക, ഒരു ചെറു വിരൽ അനക്കാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഇവർ രാഷ്ട്രീയത്തിൽ അത്യുന്നതങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ പിടിവള്ളിയുണ്ട് അവർക്ക് എന്ത് വൃത്തികേട് ചെയ്യാനും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സംബന്ധിച്ചിടത്തോളം സെക്സ്, എല്ലാവരോടും സെക്സ്, അമ്മയോട് സെക്സ്, പെങ്ങളോട് സെക്സ്, മകളോട് സെക്സ് മറച്ചു വെക്കുന്നില്ല. എപ്പോഴും ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് അച്ഛനുണ്ട്, ആ സ്ത്രീക്ക് അമ്മയുണ്ട്, ആ സ്ത്രീക്ക് സഹോദരന്മാരുണ്ട്, ആ സഹോദരിക്ക് ഭർത്താവുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്ത ഈ മനുഷ്യമൃഗങ്ങൾ, ആ മനുഷ്യമൃഗങ്ങൾ ഈ സ്ത്രീകൾ എനിക്ക് വഴങ്ങിയാൽ മാത്രമേ, എന്നോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ സിനിമയിൽ തന്നെ നിനക്ക് അഭിനയിക്കാൻ അർഹതയുള്ളൂ, അല്ലെങ്കിൽ അഭിനയത്തിന് സാധ്യതയുള്ളൂ. അപ്പോൾ ചില നടികളൊക്കെ നിർബന്ധിതമായും, അതാണ്, ചില നടികളൊക്കെ നിർബന്ധിതമാകും. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് ഞാൻ അവരുടെ പക്ഷത്ത് സംസാരിക്കുകയല്ല. കാരണം ഒരു സിനിമയിൽ ഒന്ന് അഭിനയിച്ച് കിട്ടിയാലെന്ന് ആഗ്രഹിക്കുന്ന ആ നടികൾ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകും, പിന്നീട് അവരുടെ കരിയർ തന്നെ ഇല്ലാതാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിർബന്ധിതരാകുന്ന പെൺകുട്ടികളും ചിലപ്പോൾ അത് മൂടി വെച്ചിട്ടും ഉണ്ടാകും. അവിടെ ഇപ്പോൾ അവർക്കൊരു അവസരം വന്നപ്പോൾ എല്ലാവരും അത് വാ തുറന്ന് വിളിച്ചു പറയുകയാണ്. സ്വാഭാവികമായിട്ടും അത് സത്യം തന്നെയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന, നമ്മൾ വീടിൻ്റെ എന്താ പറയുക താക്കോൽദാനത്തിന് കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും എല്ലാ ഓഫീസുകളും സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ
അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ എല്ലാ മുകേഷ് അല്ലെങ്കിൽ സിനിമാ നടന്മാരായ സിദ്ദീഖ് അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി ഈ വിഗ്രഹങ്ങൾ മുഴുവനും ഇപ്പോൾ ഇത് അരക്കാശിന് കൊള്ളാത്ത രീതിയിൽ ഭൂമിയിൽ മലർന്നു കിടക്കുന്നു, അഥവാ ചളിക്കുണ്ടിൽ വീണ് കിടക്കുന്നു. തീർച്ചയായിട്ടും നല്ലതായിട്ടുള്ള ഈ സിനിമാ നടന്മാരുടെ നല്ല കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ ഈ സിനിമ പുഷ്പിക്കേണ്ടതുണ്ട്, പച്ചപിടിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് അതിന് പറ്റിയിട്ടുള്ള ഈ ചളിയൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.